71,000 ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫിറ്റിംഗ്സോ കാര്യങ്ങളോ? ലൈറ്റ്സ് ടയർ ഇതേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇപ്രാവശ്യം 320D ആണ്. അത്യാവശ്യം ഒരു എൻട്രി ലെവൽ സെഡാന്ന് പറയാം. ഓക്കെ. എങ്ങനെയൊക്കെ? സ്പോർട്ട് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. 2022 GT ലൈൻ ഓട്ടോമാറ്റിക് IMT കിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ നമ്മളൊരു പോളോ GT ഒക്കെ എടുക്കുന്നൊരു വിലയ്ക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം അല്ലേ? ആ ഒരു വിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓഫർ റേറ്റ് ആണ് അല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലേ? ചെറിയ കാറുകളും അതുപോലെ പ്രീമിയം സെഗ്മെൻറ്റും എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. വന്നിരിക്കുന്നത് പോസ്റ്റ്ലിങ്ങിലാണ്. മനസ്സിലായി? സ്വാഗതം. സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. വള്ളോമ്പ്രം അത്താണിക്കലാണ് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. പ്രത്യേകിച്ച് വെച്ചാൽ പ്രീമിയം വണ്ടിയൊക്കെ ഒരു ഓഫർ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളാണ്. ഒരുപാട് വണ്ടികൾ ഓഫറുണ്ട്. ഓഫറിലുണ്ട്. അപ്പോൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കണ്ടുപോക്കാം. എല്ലാം ഉണ്ട്, ചെറുവണ്ടികളെല്ലാം ഉണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർസ്, ലൈക്ക് ഒന്നും വിട്ടുപോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? ആദ്യം നമുക്കൊരു വലുതെന്നങ്ങ് തുടങ്ങാം. മോറിസ് ഗാരേജ് MG ഹെക്ടറാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. പ്ലസ് അല്ലേ? 6 സീറ്റർ അല്ലേ? ഓക്കെ. ഹെക്ടർ പ്ലസ് 6 സീറ്റർ. ഹെക്ടർ എന്ന് പറയുമ്പോൾ 5 സീറ്റർ വരും. ഇതെങ്കിലും ഡീറ്റെയിൽ. ഇത് 2021 സൂപ്പർ എന്ന ഓപ്ഷനാണ്. ഏതാ? സൂപ്പർ എന്ന ഓപ്ഷൻ. സൂപ്പർ ഷാർപ്പിന്റെ താഴെ തൊട്ട് താഴെ. ഓക്കെ ഓക്കെ. സൺറൂഫ് വരില്ല. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്നത്. എല്ലാ ഓപ്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു. വലിയ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ. ഡീസലോ പെട്രോളോ? ഡീസലാണ്. ആകെ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ലോ കിലോമീറ്റർ ആണ്. MG പെട്രോൾ തന്നെ ഓട്ടോമാറ്റിക് ഒരുപാട് സെയിലാകുന്നുണ്ട്. ഡീസൽ തപ്പി കിടക്കുന്നത് നല്ല മൈലേജ് ഉണ്ടാവില്ല. അത്യാവശ്യം 15ന്റെ അബവ് എന്തായാലും മൈലേജ്. 15ന്റെ അബവ്. ഇത്രയും ഫംഗ്ഷനും എല്ലാം വരുന്നൊരു വണ്ടിയാണ്. ലോ കിലോമീറ്റർ. സിംഗിൾ ഓപ്ഷൻ. ഓക്കെ. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലീൻ വണ്ടിയാണ് അല്ല? ഹിസ്റ്ററി ഒക്കെ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ? എല്ലാം ഉണ്ട്. 2026 വരെ വാറണ്ടിയും കാര്യങ്ങളെല്ലാം. ശരി. വാറണ്ടി ഇല്ല? ഓ, ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ചോദ്യം നെറ്റ് 12,90 കൊടുക്കാം. നെറ്റ് റേറ്റ് ഫിക്സ്ഡ് റേറ്റ് ആണ്. 12,90,000 ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ ഹെക്ടർ പ്ലസ് ആണ്. അത് 6 സീറ്റർ വരുന്ന വാഹനമാണ്. 7 സീറ്റർ ഉണ്ടെന്ന് തോന്നുന്നില്ല. 7 സീറ്റർ ആണ്. 7 സീറ്ററിൻ്റെ സീറ്റിംഗ് ആണുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ ചെറിയ എമൗണ്ടിന് അപ്പോൾ ലോൺ ഫുൾ ലോൺ കിട്ടും. 12 ലക്ഷം ഫുൾ ലോൺ. 12,90. സോറി, 12,90 ഫുൾ ലോൺ കിട്ടും അല്ലേ? അതിൽ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ്. ഓക്കെ. ഡീസൽ മാനുവൽ വണ്ടിയാണ്. അപ്പോൾ നല്ല മൈലേജിലൊരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു SUV ആണ്. ലാൻഡ് റോവർ ഫ്രീലാൻഡറാണ് വാഹനം. ഇതിൻ്റെ നമ്മളൊരു പോളോ GT ഒക്കെ എടുക്കുന്നൊരു വിലയ്ക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം അല്ലേ? ആ ഒരു വിലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഓഫർ റേറ്റ് ആണ് അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? 2012-13 രജിസ്ട്രേഷൻ. കേരള വണ്ടി തന്നെ? ഒറിജിനൽ കേരള വണ്ടി. KL 6 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. ഓക്കെ. 1:30 ഓടിയിട്ടുണ്ട്. വണ്ടി മെക്കാനിക്കൽ എല്ലാ ഭാഗവും ഫുൾ ഫിറ്റ്. ഓക്കെ. പെർഫെക്റ്റ് ആണ് വണ്ടി. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഡീസൽ പാനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാ ഓപ്ഷൻസും ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ ഭാഗം വർക്കിംഗ്, എല്ലാ ഫംഗ്ഷൻസും. ഓക്കെ. നല്ല നീറ്റിൽ തന്നെ പെയിൻ്റ് അടിച്ച് പോളിഷ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അല്ലേ വണ്ടി? എന്തായാലും ഓക്കെ. അതിൻ്റെ പ്രൈസും കൂടെ പറഞ്ഞു. പോളോ GTയുടെ വില നെറ്റ് പ്രൈസ് ആണ്. ഇതിൽ നെറ്റ് പ്രൈസ് ആണ്. നമുക്ക് നെറ്റ് ആയിട്ട് 8,90. 8,90,000 രൂപയ്ക്ക് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ ലാൻഡ് റോവർ ഫ്രീലാൻഡർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നുമില്ലാത്ത ഒറിജിനൽ കേരള വണ്ടി 8,90 കൊണ്ടുപോകാം. ലോണ് ചാൻസ്? ലോണ് നമ്മൾ കൺഫേം ഇല്ല. ഇപ്പം 2025 മോഡൽ ഇതായതുകൊണ്ട് 2012 കിട്ടും. കൺഫേം അല്ല. പിന്നെ ഈ ഒരു വിലക്ക് എന്തായാലും പ്രീമിയം വണ്ടി ലോണിൻ്റെ ആവശ്യമില്ല. ഒരു വിലക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ് എന്തായാലും. ഒന്നുമില്ല. നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം. ഓക്കെ. അപ്പോൾ 4x4 താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 8,90 ഒരു പോളോ GTൻ്റെ വിലക്ക് വണ്ടിയിലാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഇപ്പം നല്ല രീതിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസ്ഡ് കാറിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ നല്ല രീതിക്ക് പോകുന്നൊരു വാഹനമാണ് മെർസിഡസ് ബെൻസ് E250 ആണ്.
ഞാൻ പെട്ടെന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് ഗ്ലാസ്സിൽ എന്തോ ഒരു ഫോഗ് പോലെ അവിടെ ഒക്കെ കാണുന്നു. 2 വണ്ടിയിൽ കണ്ടുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ റിഫ്ലക്ഷനാണ്. ലൈറ്റിന് വീഡിയോയിൽ എന്തെങ്കിലും കാണുന്നുണ്ട്, ഡൗട്ട് അടിക്കണ്ട. എങ്ങനെയാണ് കാര്യങ്ങളിത്? ഇത് 2013-14 രജിസ്ട്രേഷൻ. ഓക്കെ. റീ രജിസ്റ്റേർഡ് ആണ്, നമ്പർ ആയതാണ്. എവിടെയായത്? KL 7 7 ഓക്കെ. ബാക്കി കറക്റ്റ് കമ്പനി ഹിസ്റ്ററി 71,000 കിലോമീറ്റർ. 71,000 ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. എത്ര ഉണ്ടാവും ഏകദേശം? ഏകദേശം ഒരു 15 എബോവ് അല്ലാണ്ട് 15 റേഞ്ചിൽ പ്രതീക്ഷിക്കാം. ഓക്കെ. ഒരു ക്ലെയിം ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. അത് ഗ്ലാസ് മാറിയിട്ടുണ്ട്, പുറത്തുനിന്ന് മാറിയതാണ്. ഇവിടെ വന്നതിന് ശേഷം മാറിയതോ അല്ലെങ്കിൽ അത് വരുന്നത് കിട്ടിയപ്പോൾ തന്നെ മാറിയതാണ്. റീ രജിസ്റ്റേർഡ് ഒരുവിധം വണ്ടികൾക്കൊക്കെ ഗ്ലാസ് റീപ്ലേസ് ആയി വരാം. ഓക്കെ. വേറെ ബോണറ്റോ അങ്ങനത്തെ ഒന്നും? വേറെ ഒന്നുമില്ല. അത് കമ്പനി ഹിസ്റ്ററി ഉള്ളതാ? ഇല്ല, പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ചെയ്ത് ഒറിജിനൽ ഗ്ലാസ് അല്ല? അല്ല. ഓക്കെ, പുറത്തുനിന്ന് ചെയ്താണ്. ഓക്കെ. മെക്കാനിക്കൽ സൈഡ്, ഇലക്ട്രിക്കൽ സൈഡിലെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ 71,000 സർവീസ് എന്ന് പറയുമ്പോൾ എത്ര വരെ ഉണ്ട്? 71 ഓടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര വരെ സർവീസ്? 70,000 വരെ ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ഇപ്പം കൊച്ചിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സർവീസ് മാത്രമായിട്ട് ചെയ്താണോ അതോ അതിനുണ്ടോ? ഫുൾ ഡീറ്റെയിൽ നമ്മുടെ അടുത്തുണ്ട്. ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരൊറ്റ സർവീസിൽ ഇത് കാണിക്കും. ഇത് കൊച്ചിയിൽ നിന്ന് ഓൾറെഡി ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? പീരിയോഡിക് സർവീസ് കംപ്ലീറ്റ് പോയതാണ് എല്ലാം ഉണ്ട്. ഓക്കെ. പ്രൈസിങ് എങ്ങനെയാണ് പറഞ്ഞോളൂ? പ്രൈസ് നമുക്ക് ഇത് 14,90. 14,90,000. 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, 250 ഡീസലാണ്, ഇ ക്ലാസ്. ഓക്കെ. ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. അതിൽ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഈ പറഞ്ഞ 70%, 70%. 10 lakh എന്തായാലും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ. ഒന്നും ചെയ്യണ്ട, കേരള നമ്പർ ആയി കഴിഞ്ഞ വണ്ടിയാണ്. ഇനി ഒരു ടാക്സ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. കേരള നമ്പർ ആയ വണ്ടി കേരളത്തിലേക്ക് ആക്കണം തന്നെ 4 ലക്ഷം രൂപ ടാക്സ് ഉണ്ട്. അതെ. അപ്പോൾ അതിൻ്റെ വില ഒന്ന് മൈനസാക്കി നോക്കിയാൽ മതി എത്രയൊക്കെ പറയുന്നുള്ളത്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഓഡിയാണ്. ഓഡി A4 KL 11 രജിസ്ട്രേഷൻ ആയതാണ് അല്ലേ? ഓക്കെ. ഇത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിരുന്നുണ്ട്. എന്താ പറ്റിയത്? ഇത് കസ്റ്റമർ അഡ്വാൻസ് ചെയ്ത് ഓൾമോസ്റ്റ് 2 lakh അഡ്വാൻസ് ചെയ്ത് അപ്പോൾ പിന്നെ നമ്മൾ വിളിക്കുന്നവരോടൊക്കെ സോൾഡ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പുള്ളി പേയ്മെന്റ് ഒരു ഹോസ്പിറ്റൽ കേസ് ആയപ്പോൾ അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല പുള്ളി. ഒരു 1 month വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വില കുറച്ചിട്ട് നമ്മളൊരു ഓഫറിലായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. എന്തായാലും വർഷവും മാറി, നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആയിരുന്നു അത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത്? 2014 റീ രജിസ്റ്റേർഡ് ആണ്. KL 11 നമ്പറായ വണ്ടി. 80 കിലോമീറ്റർ ഓടി, 80,000. ഏതാ ഓപ്ഷൻ? ഇത് പ്രീമിയം പ്ലസ്. ഫുള്ളിൻ്റെ താഴെ അല്ല? ഫുള്ളിൻ്റെ പ്രീമിയം പ്ലസ് ആണ് ഓപ്ഷൻ. ഓണർ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. ഒരു എൻട്രി ലെവൽ സെഡാനാണ് ഓടിയുള്ളത്. 10 lakh ലോൺ ഇതിന് പ്രൊവൈഡ് ചെയ്യാം. 10 lakh A3ൻ്റെ മുകളിൽ വരുന്നത് 10 lakh വരെ ലോൺ കിട്ടില്ല. ഒരു 16 വരെയൊക്കെ മൈലേജ് അത് കിട്ടും. 15-16 അതിൻ്റെ മേലെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളത്ര കയറി പറയുന്നില്ല. അത്രയേ ഉള്ളൂ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. പക്ക. എത്ര കൊടുക്കുക? നമുക്ക് ഫൈനൽ നെറ്റ് 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപയ്ക്ക് കേരള വണ്ടി ആയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല. 2014 പ്രീമിയം പ്ലസ് ഓഡി A4 കൊണ്ടുപോകാം. ഇത് 10 lakh ലോണ് കൺഫേം ആയിട്ട്. ഓക്കെ. 10 ലക്ഷം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിൽ മെർസിഡസ് ബെൻസിൻ്റെ ഒരു ഹാച്ച് ബാക്ക് കാറ്റഗറിയാണ് A180. അത്യാവശ്യം എൻക്വയറി വരുന്നൊരു സെഗ്മെന്റ് നമുക്ക് നല്ല മൂവ് ചെയ്യുന്നൊരു സെഗ്മെന്റ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2013-14 രജിസ്ട്രേഷൻ. ഓക്കെ. കേരള വണ്ടി തന്നെയാ? കേരള വണ്ടിയല്ല, നമ്പർ ആയതാണ്. ഓക്കെ. KL 85 നമ്പർ ആയതാണ്. 85 ഫറൂഖ് രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയാണ്. 13 മോഡൽ, 14 രജിസ്ട്രേഷൻ ഉണ്ട്. നോ ആക്സിഡന്റ്, നോ റീപ്ലേസ്മെന്റ്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ്, ഹൈ ക്വാളിറ്റി. ഓക്കെ. 57,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് ജെനുവിൻ കിലോമീറ്റർ പറയാൻ പറ്റും. പക്കാ കിലോമീറ്റർ. ഫുൾ രജിസ്റ്റർ എല്ലാം കൊടുക്കാം. പെർഫെക്റ്റ്. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലാത്ത 13 മോഡൽ, 14 രജിസ്ട്രേഷൻ. കേരള രജിസ്ട്രേഷൻ ആക്കിയതാണ്, റീ ആയതാണ്. ഇനി നിങ്ങൾ അഡീഷണൽ ടാക്സോ കാര്യം ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ലോണ് ഒരു 70% ലോണൊക്കെ 70%. ഇതിൻ്റെ വില എങ്ങനെയാണ് ഇപ്പോൾ? ഇത് നമുക്ക് നെറ്റ് 10.25 ലക്ഷം രൂപ. 10,25,000. 13 മോഡൽ, 14 രജിസ്ട്രേഷൻ, A180 ഡീസൽ വണ്ടി കൊണ്ടുപോകാം. അത്യാവശ്യം മൈലേജ് കിട്ടുമല്ലോ ഇനി? 17 അബോവ് എന്തായാലും 17 അബോവ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. വലിയ മെയിൻ്റനൻസും ഉണ്ടാവും അല്ലേ? മെയിൻ്റനൻസും വലിയ രീതിയിൽ കുറവാണ്. വളരെ കുറവാണ്. ഇത്ര മൂവ്മെന്റ്. അതെ, അതുകൊണ്ടാണ്. ഇവിടെ തന്നെ ഇപ്പോൾ എത്ര വണ്ടി വിറ്റിട്ടുണ്ടാവും? ഈ A ക്ലാസ് തന്നെ നമുക്ക് 8ാമത്തെ നമ്മൾ ചെയ്യുന്നത്. 8ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ. അത് തന്നെ നോക്കിയാൽ മതി. വേറെ ഒന്നും. നമ്മുടെ കയ്യിൽ റെഡിയിൽ ഒരു 3 A ക്ലാസ് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അതർ സ്റ്റേറ്റ് ആയിട്ടൊരു വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ വില വെച്ചിട്ട് ഏകദേശം ഒരു 7 ലക്ഷത്തോളം ലോൺ കിട്ടും. 7 ലക്ഷം, അതായത് ഒരു 7 ലക്ഷം എന്തായാലും 7 ലക്ഷം ലോൺ കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടി BMW 520D, ഒരു ഡീസൽ വാഹനം, 5 സീരീസ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2012 വണ്ടി. 12 റീ രജിസ്റ്റേർഡ് ആണ്. KL 11 നമ്പർ ആയതാണ്. 11 ഓക്കെ. 12 അല്ല, KL 11 ആയത്.
ഇത് 130 ഓടിയുണ്ട്. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി, കറക്റ്റ് സർവീസ്. ഓണർഷിപ്പ് ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ആയതാ? തേർഡായി മൊത്തത്തില്ല. അതായത് കേരളോട്ട് നമ്പർ ആയതടക്കം. ഓക്കെ, തേർഡ് ഓണർ. കേരള വണ്ടി ആയി കഴിഞ്ഞു. 130 ഓടിയ 2012. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ 520 ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 12,400. 12,25,000 രൂപയ്ക്ക് 2012 BMW 520D. എത്ര മൈലേജ് കിട്ടും? ഒരു 15 ഒക്കെ കിട്ടും. 15 അബവ് കിട്ടും. അത്രയും മൈലേജ് കിട്ടുന്ന ഒരു 520D നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2012 മോഡലാണ്. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇനിയൊരു പൈസ നിങ്ങൾ ഇറക്കേണ്ട ആവശ്യമില്ല അല്ലേ? വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒന്നുമില്ല, നിലവിലൊന്നും പോളിഷ് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫേസ് ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ്. അതെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും BMW വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം 320D ആണ്. അത്യാവശ്യം ഒരു എൻട്രി ലെവൽ സെഡാന്ന് പറയാം അല്ലേ? ഓക്കെ. എങ്ങനെയൊക്കെ? സ്പോർട്ട് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. സ്പോർട്ട് ലൈൻ. ഓക്കെ. ന്യൂ ഷേപ്പ് ആണ്. 2013 മോഡലാണ്. 13 സ്പോർട്ട് ലൈൻ. കേരള വണ്ടിയാ? അല്ല, HR രജിസ്ട്രേഷൻ. ഇപ്പോൾ NOC എവിടെയെങ്കിലും എടുത്തു? NOC എടുത്തിട്ടില്ല, നമുക്ക് എടുത്തു കൊടുക്കാം. ഏത് കസ്റ്റമർക്ക് വേണമെങ്കിലും NOCയിൽ എടുത്തു തരാം. 2013 സ്പോർട്ട് ലൈൻ ഫേസ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടേ കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മോഡലാണ്. പൈസ എത്ര ഓട്ടം പോയി? ഇത് 1,00,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. 1 lakh ഓടിയിട്ടുണ്ട്. 2013 വണ്ടി. ഓണർഷിപ്പ് അവിടെ എത്ര ഇപ്പോൾ ഉള്ളത്? അവിടെ ഇപ്പോൾ തേർഡ് ഓണറായി. ഓക്കെ. റീപ്ലേസ്മെൻറ്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ എത്രയാണ്? NOCയിൽ എത്രയാണ്? നമുക്ക് NOCയിൽ 8,40,000. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 2.5 വരും അല്ലേ? ഓക്കെ. 8,40,000 ഇപ്പോൾ NOCയിൽ 2013 സ്പോർട്ട് ലൈൻ ഓപ്ഷൻ വരുന്ന ഈ ഒരു 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് ചോദിക്കുന്നത്. ഡീസലാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം നല്ല മൈലേജ്. ഒരു 17 കിട്ടും. 15 അബവ് എന്തായാലും ഉണ്ട്. 15 അബവ് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ മാറണമെങ്കിൽ എനിക്കൊന്ന് 11 ലക്ഷത്തിനടുത്ത് ഏകദേശം അല്ലേ? ഏകദേശം അത്രയും വരും മൊത്തം കേരള നമ്പർ ആവണമെങ്കിൽ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ പെട്ടെന്ന് തന്നെ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് റേഞ്ച് റോവർ ഇവോക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു ഫാൻസി നമ്പറാണ് 111. ഓക്കെ. 4 ഒന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2014 വണ്ടി. 14 120 ഓടിയത്. ഓക്കെ. 120 കറക്റ്റ് സർവീസ്. ഓക്കെ. നോ റീപ്ലേസ്മെൻറ്റ്, നോ ആക്സിഡൻറ്റ്, ഒന്നുമില്ല. ഫുൾ പീരിയോഡിക് എല്ലാം പോയിട്ടില്ല സർവീസ്. സർവീസിലൊക്കെ പുറത്തുനിന്ന് കാണിച്ചു. ഇതിൻ്റെ മേജറൊക്കെ ചെയ്തോ? മേജർ എല്ലാം ചെയ്തിട്ടുണ്ട്. 1,10 വരെ കമ്പനി സർവീസ് ചെയ്തു. ഓക്കെ. 1,10,000 വരെ കമ്പനി ചെയ്യുന്നുണ്ട്. ബാക്കി പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ചെക്ക് ചെയ്തതാണ്. ഓക്കെ. ഇവോക്കാണ്. എന്താ പറയുക, ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് അല്ലേ? റേഞ്ച് റോവറിൻ്റെ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വണ്ടി. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് നമുക്കൊരു 22.4 ലക്ഷം രൂപ കൊടുക്കും. 22,25,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള 2014 ഇവോക്ക് കൊണ്ടുപോകാം. നല്ല പ്രൊഫൈലുള്ളവർക്ക് നല്ല ലോണ് മാക്സിമം കിട്ടും. അത്യാവശ്യം നല്ല IT ഒക്കെ അടക്കുന്നവർക്ക് ഓൾമോസ്റ്റ് ഒരു 20 എന്തായാലും കിട്ടും. ഓക്കെ. മാക്സിമം ലോണും കിട്ടുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് എന്തായാലും താല്പര്യമുണ്ട്. ഒറിജിനൽ കേരളയാണ്. റീ വണ്ടി ഒന്നുമല്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം മഹീന്ദ്ര XUV 700 അല്ലേ? ഒരു പ്രീമിയം കാറ്റഗറിയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2023 വണ്ടിയാണ്. AX5 7 സീറ്റർ. AX5 ആണല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ 7 സീറ്റർ. ഓക്കെ. പിന്നെ മുകളിൽ AX7 വരും. അതിൽ സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത ഓപ്ഷൻ. അതിൽ മേജറായിട്ട് വരുന്ന അഡാസ് ആണ്. അഡാസ് ഫീച്ചേഴ്സും പിന്നെ ബട്ടൺ സ്റ്റാർട്ടുമാണ് അഡീഷണൽ വരുന്നത് അല്ലേ? ബാക്കിയെല്ലാം ഇതിൽ അഡാസിനൊന്നും വരുന്നില്ലല്ലോ? ഒന്നും വരുന്നില്ല. ഓക്കെ. മറ്റേ നമുക്ക് കൈവിട്ട് ഓടിക്കാം. വണ്ടീനെ ഏൽപ്പിച്ച് കൊടുക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ഓടി? 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 23. അപ്പോൾ വാറണ്ടി എത്ര വരെ ഉണ്ട്? ഇത് 26 വരെ വരും. 3 വർഷം വാറണ്ടി കൊടുത്തില്ല. ഓക്കെ. അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം അല്ലേ? കറക്റ്റ്. ഓക്കെ. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ നെറ്റ് നമുക്ക് 19.5 ലക്ഷം രൂപ. 19,50,000 നെറ്റ് റേറ്റ് ആണ്. 2023 2026 വരെ കമ്പനി വാറണ്ടി ലഭിക്കുന്ന AX5 XUV 700 52,000 ഓടിയുള്ളൂ. 90% നമുക്ക് ലോൺ കൊടുക്കും. ഒരു 17 ലക്ഷം രൂപ വരെ ലോണും കിട്ടും. ഇതിനെത്ര മൈലേജ് കിട്ടുന്നുണ്ടാരോ? ഒരു 15 വരെ കിട്ടുന്നുണ്ട്. 15 വരെ ലോങ്ങിൽ കിട്ടുന്നുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു മഹീന്ദ്ര ഥാർ വന്നിരിക്കുകയാണ്. KL 32 രജിസ്ട്രേഷൻ ആണ്. ചേർത്തല അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 4x4 ഓട്ടോമാറ്റിക്.
4x4 ഓട്ടോമാറ്റിക് കാറാണ്, 21 മോഡൽ. ഓട്ടോ എത്ര പോയത്? ഇത് 50,000. 50,000. ഓക്കെ. സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? സർവീസ് എല്ലാം പ്രോപ്പർ. അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഫിറ്റിങ്സോ കാര്യങ്ങളോ? ലൈറ്റ്സ് ടയർ ഇതേ ഉള്ളൂ അല്ലേ? ഓക്കെ. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് നെറ്റ് 14,90. 14,90,000 2021 4x4 ഓട്ടോമാറ്റിക് കാറാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ കിടക്കുക. ഓക്കെ. ലോൺ എത്ര കയറും? 13 ലക്ഷം രൂപ എന്തായാലും. 13 ലക്ഷം വരെ ലോൺ കിട്ടും. ഓട്ടോമാറ്റിക് 4x4 ആണ്. ടോപ്പ് എൻ്റെ വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. ഇതൊരു അടിപൊളി കോമ്പാക്ട് SUV Volkswagen Tiguan, അതും GT ആണ്. KL 62 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ കാര്യങ്ങളിത്? ഇത് 2022 മോഡൽ. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് 1.5 GT ആണ്. 1 ലിറ്റർ 1.5 GT വരുന്ന 1.5 വരുന്ന. ഓക്കെ. ഇത് 40,000 കിലോമീറ്റർ ഓടി. വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ട്? കഴിഞ്ഞോ? വാറണ്ടി ഇല്ല, കഴിഞ്ഞിട്ടില്ല. 2027 വരെ ഉണ്ട്. 27 വരെ അണ്ടർ വാറണ്ടിയിലേക്കാണ്. ഓക്കെ. എത്ര ഓട്ടം പറഞ്ഞാൽ? 40,000. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. 6 എയർ ബാഗ്സ്, വെന്റിലേഷൻ സീറ്റ് എല്ലാം, ഓട്ടോമാറ്റിക് മറ്റേ ചാർജിങ് അല്ല, വയർലെസ് ചാർജർ, എല്ലാ ഓപ്ഷനും വരുന്ന, സൺറൂഫ് എല്ലാം വരുന്ന വാഹനമാണ്. പവർഫുൾ, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു 23 എബോവ് വരുന്ന വണ്ടിയാണ്. അതെ, 23 എബോവ് വില വരുന്നുണ്ടായിരുന്നു. 23 ലക്ഷത്തിൻ്റെ മേലെ. പിന്നെ DSG ഗിയർ ബോക്സ് ആണ്. എങ്ങനെയാ ഇത് നമുക്ക് ഫൈനൽ 16,90. 16,90,000 രൂപയ്ക്ക് 2022 1.5 GT നിങ്ങൾക്ക് കൊണ്ടുപോകാം. Volkswagen Tiguan. ഒരു 15-15 ലോൺ കിട്ടും. 15 എന്തായാലും ബാക്കി നോക്കാം. ബാക്കി സോണറ്റ് ആണ്. KL 51 രജിസ്ട്രേഷൻ കിയ സോണറ്റ്. എങ്ങനെയാണ് കാര്യങ്ങളിത്? ഇത് 2022 GTX പ്ലസ്. ഏറ്റവും ടോപ്പ് എൻഡിൽ IMT ആണ്. IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ക്ലച്ച് ഉണ്ടാവാത്ത, ഗിയർ മാറ്റാൻ പറ്റുന്ന വണ്ടി. പെട്രോൾ ടർബോ ആണ്. ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. സീറ്റ് വെന്റിലേഷനും എല്ലാം ഉണ്ട്. 6 എയർ ബാഗ് ഒക്കെ വരും അല്ലേ? ആകെ 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 22 മോഡൽ അല്ലേ? ഓക്കെ. വാറണ്ടി എത്ര വരെ ഇപ്പോൾ? ഇത് 5 വർഷം. അപ്പോൾ 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു സോണറ്റാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് GT ടോപ്പ് എൻഡ്. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് നെറ്റ് 10.5 ലക്ഷം രൂപ. 10,50,000 രൂപയ്ക്ക് 2022 GT ലൈൻ ഓട്ടോമാറ്റിക് IMT കിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഒരു 9-10 വരെയൊക്കെ ലോൺ കിട്ടും. നല്ല ലോൺ 10 എന്തായാലും ലോൺ കയറാൻ ചാൻസ്. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. 7 രൂപേൻ്റെ അടുത്ത് വരാൻ. അതെ, നല്ലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടി. അടുത്തൊരു പ്രീമിയം ഹാഷ് ബാക്ക് ആണ്. ടാറ്റ അൾട്രോസ് KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വണ്ടി. എങ്ങനെയാണ്? ഇത് ഡീസലാണ്. 2022 ഡീസൽ ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ? നല്ല മൈലേജ്. ഇപ്പോൾ ഡീസൽ അവൈലബിൾ അല്ല. അപ്പോൾ ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. എക്സെറ്റ് പ്ലസ് അല്ല? എക്സെറ്റ് പ്ലസ് ഡീസൽ 2022 വെറും 40,000 ഓടിയ വണ്ടി. 20 അബോ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. സേഫ്റ്റി എല്ലാം ഉണ്ട്. മൈലേജ് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. ക്ലെയിം ഒന്നുമില്ല. നല്ല വണ്ടി. സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ എല്ലാം ഉള്ള കറക്റ്റാണ്. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 7,90 കൊടുക്കാം. 7,90,000 2022 എക്സെറ്റ് പ്ലസ് അൾട്രോസ് ഡീസൽ വാഹനം മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 7 lakh ലോൺ കിട്ടും. നല്ല ലോൺ മാക്സിമം കിട്ടും അല്ല? അടുത്ത വണ്ടി. അടുത്ത ജീപ്പ് കോമ്പസ് ആണ്. KL 1 തിരുവനന്തപുരം വണ്ടിയാണ്. എങ്ങനെയാണ് ഇത്? 2019-20 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ഏത് ഓപ്ഷൻ? സ്പോർട്ട് പ്ലസ് അല്ല? 19 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ. 79,000 കിലോമീറ്റർ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർ. 0 ക്ലെയിമാണ്. ഡീസൽ. ഓക്കെ. 0 ക്ലെയിമുള്ള ഒരു വാഹനമാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ഒരു 15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. നല്ല മൈലേജ് അത്യാവശ്യം കിട്ടും. ഓക്കെ. ഒരു ക്ലെയിമില്ലാത്തൊരു വണ്ടിയാണ്. ഒരു പെർഫോമൻസ് SUV വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ സെഗ്മെൻ്റ് ആണ് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 12.5 12,50,000 രൂപയ്ക്ക് 19 മോഡൽ 20 രജിസ്ട്രേഷൻ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്കൊരു 10 ലക്ഷം 11 ലക്ഷം രൂപ വരെ നമുക്ക് ചെയ്യാം. ഇതിന് സർവീസ് ഹിസ്റ്ററി പ്രോപ്പറാണോ? പ്രോപ്പർ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് കയ്യിൽ തരാൻ പറ്റും. കമ്പനി ഈ പറഞ്ഞ എല്ലാ വണ്ടിയും സർവീസ് സിസ്റ്റം കയ്യിൽ കൊടുക്കാൻ പറ്റും.
ഒരു 20,000 രൂപയൊക്കെ ജനറൽ സർവീസ് കാണേണ്ടി വരുമോ കമ്പനി ചെയ്യുകയാണെങ്കിൽ? ഇപ്പോൾ ഈ 80,000 ഒരു സർവീസ് വരുന്നുണ്ട്. അപ് ടു 65 വരെ ഓരോ 15,000-ലാണ്. ഓക്കെ, അതുവരെ ഉള്ളത് പക്കയാണ്. ഓക്കെ, അതൊക്കെ കമ്പനി ചെയ്യാണ് ഒരു 10,000-20,000 15,000 രൂപയ്ക്കാണ്. 15,000-ൻ്റെ ജനറൽ സർവീസ് അല്ല. അടുത്ത വാഹനം ഡസ്റ്റർ KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 RX S CVT ഓട്ടോമാറ്റിക്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ല. ഓക്കെ, CVT ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എത്ര ഓട്ടം പോയി? 70,000 കിലോമീറ്റർ. ഓക്കെ, ഓണർഷിപ്പ് 3rd. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് നെറ്റ് ഒരു 5,90,000. 5,90,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ല? എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് E250 തന്നെയാണ് അല്ല? ഓക്കെ, പഴയ ഷേപ്പാണ്. KL 58 രജിസ്ട്രേഷൻ ആയതാണോ? അല്ല, ഒറിജിനൽ കേരള അല്ല? ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 ഒറിജിനൽ കേരള E250. ഓക്കെ, 1,20,000 കിലോമീറ്റർ ഓടി. 1,20,000 ഓടിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് അല്ല? സൺറൂഫുള്ളെല്ലാം. ബാക്കി ഇത് നമുക്ക് നെറ്റ് ഒരു 11 ലക്ഷം രൂപ കൊടുക്കും. 11 ലക്ഷത്തിന് ഒറിജിനൽ കേരള E250 2012 മോഡൽ 1,20,000 ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഓൾമോസ്റ്റ് റെഡിയാണ്. ഓൾമോസ്റ്റ് ഉണ്ട്. ക്ലെയിം എന്തെങ്കിലും ആയതുകൊണ്ട് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കേരള വണ്ടി തന്നെയാണ് ഒറിജിനൽ, വേറെ കൊണ്ടും റീ ആയതല്ല. ഒറിജിനൽ കേരള വണ്ടി. ഒരു 10 ലക്ഷമൊക്കെ ലോൺ കിട്ടും. ലോണ് 12 ആയതുകൊണ്ട് നമ്മൾ ഡൗട്ടാണ്. കിട്ടും, പക്ഷേ മറ്റേ ടേണർ കുറയും. ഒരു 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയർ ഒക്കെ മാക്സിമം. EMI ഒക്കെ വലിയൊരു EMI. ഓക്കെ, എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നോക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളിന്ന് കാണിച്ച വാഹനങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് വണ്ടികളുണ്ട്. ഏത് വേണമെങ്കിലും, ചെറുതും ഒക്കെ ഉണ്ടല്ലോ അല്ല? ഓക്കെ, അപ്പോൾ ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ് കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അതേപോലെ തന്നെ മാക്സിമം ഷെയർസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 6 ലക്ഷത്തിലേക്ക് അടുക്കാറായി നമ്മുടെ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും നന്ദി ബ്രോ, താങ്ക് യു.